ഇതിന്റെ പുറകെ വലിയൊരു കഷ്ടപ്പാടുകളുണ്ടല്ലേ? തീർച്ചയായും ഇതൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഒരു വളരെ സ്ട്രെയിൻഡ് വർക്കാണ്. എത്ര ദിവസം എടുക്കും ഇത് ചെയ്തെടുക്കാൻ? ഓരോ കണ്ണാടിയുടെ സൈസ് അനുസരിച്ച് 1 ദിവസം മുതൽ 1 വർഷം വരെ എടുക്കുന്ന കണ്ണാടികളുണ്ട്. അത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇത് കാണുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇത് ആറന്മുള കണ്ണാടിയാണ്. ഇത് ഉണ്ടാക്കുന്ന ഒരു വർക്ക്ഷോപ്പിലാണ് നമ്മൾ എന്നുള്ളത്. ഒറിജിനൽ ആയിട്ടുള്ള ആറന്മുള കണ്ണാടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എവിടെ കിട്ടും എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഗോപകുമാർ. ഞാൻ ആറന്മുള കണ്ണാടി നിർമ്മാണ രംഗത്ത് 48 വർഷമായിട്ട് നിൽക്കുകയാണ്. 48 വർഷമായി. അത് 1970 കാലഘട്ടങ്ങളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 48 വർഷത്തിന് മുകളിലായി നമ്മൾ ആറന്മുള കണ്ണാടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആറന്മുള കണ്ണാടി ഒരു ലോഹ കണ്ണാടിയാണ്. ഏതാണ്ട് 300 വർഷം പഴക്കം ആറന്മുളയിൽ ഈ കണ്ണാടിക്ക് ഉണ്ട്. 300 വർഷം എന്ന് വെച്ചാൽ ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ക്രാഫ്റ്റാണിത്. ആറന്മുള ക്ഷേത്രത്തിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ ശങ്കരൻകോവിൽ എന്ന സ്ഥലത്ത് നിന്നും ഏതാനും ആർട്ടിസാൻസിനെ അനിഴ തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കേരളത്തിലെത്തിക്കുകയും ഇവരെ പല ഗ്രൂപ്പുകളായി തിരിച്ച് 8 ഗ്രൂപ്പുകളായി തിരിച്ച് മധ്യ തിരുവിതാംകൂറിലെ 8 ക്ഷേത്രങ്ങളുടെ പണികൾക്കായിട്ട് ഇവരെ നിയോഗിക്കുകയും ചെയ്തു. അങ്ങനെ ആറന്മുള ക്ഷേത്രത്തിൻ്റെ പണികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ആറന്മുള കണ്ണാടിയുടെ വക്താക്കൾ. ഇതിൻ്റെ പണി ആരംഭിക്കുന്നത് ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പാണ്. 300 വർഷം മുമ്പ് അല്ലേ? 300 വർഷങ്ങൾക്ക് മുമ്പാണ്. ആറന്മുള ക്ഷേത്രത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റൂഫിംഗ് വർക്ക്, ചെമ്പ് കൊണ്ടുള്ള റൂഫിംഗ് വർക്ക്, അതുപോലെ തന്നെ അവിടുത്തെ ഹൗസ് യൂട്ടൻസിൽസ്, ഉരുളി, വാർപ്പ്, അതുപോലെ കൽപ്പണികൾ, വിഗ്രഹത്തിൻ്റെ പണികൾ, ഇങ്ങനെ പല 2-3 തരത്തിലുള്ള വർക്കുകളുമായി ബന്ധപ്പെട്ടിരുന്ന അതിന് നിയോഗിച്ചിട്ടുള്ള ആളുകളായിരുന്നു തമിഴ്നാട്ടിൽ വന്ന ഞങ്ങളുടെ പൂർവികർ. അനിഴ തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഏതാണ്ട് 1826 കാലഘട്ടത്തിലാണ് ഈ ആർട്ടിസാൻസിനെ ഇവിടെ എത്തിക്കുന്നത്. എത്ര രൂപ മുതലുണ്ട് ആറന്മുള കണ്ണാടി? ആറന്മുള കണ്ണാടി 1000 രൂപ മുതലുള്ള 1000 രൂപ മുതലുണ്ട്. എത്ര രൂപ വരെയുണ്ട്? ഒരു 10 lakhs വരെയുള്ള 10 ലക്ഷം രൂപ വരെയുള്ള ആറന്മുള കണ്ണാടി ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയാമോ? ആറന്മുള കണ്ണാടി എന്ന് പറയുമ്പോൾ അത് ടിൻ ആൻഡ് കോപ്പർ കോമ്പിനേഷൻ, ബ്രോൺസ് എന്ന് പറയുന്ന അലോയി ആണ്. നമ്മുടെ സാധാരണ കണ്ണാടി ഇതും തമ്മിലുള്ള വ്യത്യാസം. സാധാരണ കണ്ണാടി എന്ന് പറയുമ്പോൾ മെർക്കുറി കോട്ടഡ് പൂശിയിരിക്കുന്നത്, ഇപ്പം എന്നുവെച്ചാൽ പ്ലെയിൻ ഗ്ലാസിൻ്റെ പുറകിൽ മെർക്കുറി പൂശിയിരിക്കുന്നതാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. നമ്മൾ അതിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ഇമേജ് ബാക്കിൽ ചെന്ന് വീണിട്ട് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. അപ്പം എത്രമാത്രം തിക്നെസ് കവർ ചെയ്ത് മുന്നോട്ട് വരുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഇമേജിൽ വ്യത്യാസം വരും. എന്നാൽ നമ്മുടെ ആറന്മുള കണ്ണാടി എന്ന് പറയുമ്പോൾ അത് പ്രതലം വരച്ച് മിനുസപ്പെടുത്തിയാണ് എടുക്കുന്നത്. നമ്മൾ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് പ്രതലത്തിൽ വീണിട്ട് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, റിഫ്രാക്ഷൻ ഇല്ലാത്ത ഇമേജാണ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. അതാണ് സാധാരണ കണ്ണാടിയും ആറന്മുള കണ്ണാടിയും തമ്മിലുള്ള വ്യത്യാസം. ആറന്മുള കണ്ണാടി നമുക്ക് തിരിച്ചറിയുന്നതിനുള്ള ഒരു മാർഗം, അതൊരു ചെറിയൊരു മാർഗം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇമേജ് മീറ്റ് ചെയ്യും, കൂട്ടിമുട്ടല്ലേ? അതെ. അതേസമയം നമ്മുടെ സാധാരണ മിററാണെങ്കിൽ ഏകദേശം ആ തിക്നെസ് അനുസരിച്ച് ഇമേജ് ഒരു ഗ്യാപ്പ് കാണും. അങ്ങനെ ഗ്യാപ്പ് കാണിക്കും. ഇതല്ല, ഇത് സർഫസിൽ നിന്ന് മീറ്റ് ചെയ്യുകയാണ്, കൂട്ടിമുട്ടുകയാണ്. അതാണ് ആറന്മുള കണ്ണാടി നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു മാർഗം. എങ്കിലും ഇതിന്റെ കോമ്പിനേഷൻ ഒരു പ്രധാന വസ്തുതയാണ്. നമ്മളിപ്പം മാർക്കറ്റിൽ കിട്ടുന്ന ആറന്മുള കണ്ണാടി വ്യത്യസ്ത കോമ്പിനേഷനിൽ ചെയ്തു വരുന്നതുണ്ട്. അത് മിഷനറി പ്രോസസ്സിലാണ് ചെയ്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ വ്യത്യസ്തമാക്കി മിഷനറി പ്രോസസ്സിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഡൗൺ ആകുകയാണ്. ശരിക്കും അത് അതിൻ്റെയൊക്കെ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ 1 വർഷം 1.5 വർഷത്തിൽ കൂടുതൽ നിർത്തില്ല. എന്നാൽ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് forever ആണ്. എത്ര വർഷം കഴിഞ്ഞാലും, കാരണം എൻ്റെ കയ്യിൽ തന്നെ ഏതാണ്ട് 250 വർഷം പഴക്കമുള്ള കണ്ണാടികൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളത് പോളിഷ് ചെയ്ത് ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആറന്മുള കണ്ണാടി ഒരു കാരണവശാലും ഭംഗിപ്പോകുന്ന ഒരു സാധനമേ അല്ല. എന്നാൽ ഈ പറയുന്ന കോമ്പിനേഷൻ വ്യത്യസ്തമാക്കി ചെയ്യുന്ന ഫേക്ക് ആയിട്ടുള്ള മിറേഴ്സ് ഇന്ന് മാർക്കറ്റിൽ ധാരാളമായി ലഭിക്കുന്നുണ്ട്. ഇതിനെ പെട്ടുപോകാതെ കസ്റ്റമേഴ്സ് വളരെയധികം സൂക്ഷിക്കണം. ശരിക്കും ഇതുണ്ടാക്കുന്നത് എവിടെയെന്ന് അന്വേഷിച്ചറിഞ്ഞ് മാത്രമേ ഇത് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ? കാണിച്ചു കൊടുക്കാം, തീർച്ചയായും. അത് എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സിങ്? അതിന്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന് മണ്ണാണ്. നമ്മളൊരു ഈ കോമ്പിനേഷൻ മാതിരി തന്നെ, ഈ ഒരു ടിൻ ആൻഡ് കോപ്പർ കോമ്പിനേഷൻ മാതിരി ഇതിന്റെ മണ്ണ്, ഇത് മോൾഡുണ്ടാക്കുന്നതിന് വേണ്ടി മണ്ണുണ്ടാക്കുന്നുണ്ട്. അത് ഒരു പ്രത്യേക കോമ്പിനേഷനാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പ്രധാനമായിട്ടും അതിന് ഉപയോഗിക്കുന്നത് ചുട്ട മണ്ണ്, ടൈൽ പൗഡർ, 2 ജൂട്ട് ഫൈബർ, ചാക്കരിഞ്ഞിട്ടുള്ള അതിൻ്റെ ഫൈബർ, 3
ക്ലേ ഫ്രം പാഡി ഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ വയലുകളിൽ നിന്നുള്ള നല്ല ക്ലേ ആയിരിക്കും. ആ ക്ലേ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അതിനൊരു പ്രത്യേക സ്ഥലമൊന്നും ഒന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. അഡ്ഹസീവ് ആയിരിക്കണം, നല്ല പശപ്പശപ്പുള്ള ക്ലേ ആയിരിക്കണം. അത് സുലഭമായി നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും കിട്ടും. നമ്മുടെ ഇപ്പം അമേരിക്ക പോയാലും അവിടെയും ക്ലേ ഉണ്ട്, ഈ പറയുന്ന അഡ്ഹസീവ് ആയിട്ട് ക്ലേ. അപ്പം ക്ലേക്ക് പ്രത്യേകിച്ച് സ്ഥലപരിമിതിയുണ്ട്. ആറന്മുള മാത്രമേ ഈ ക്ലേ കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. വെറുതെ കാരണം ക്ലേ എന്ന് പറയുന്നത് എല്ലായിടത്തും കിട്ടുന്ന ഐറ്റമാണ്. അതിന് അഡ്ഹസീവ് ആയിരിക്കണമെന്നേ ഉള്ളൂ, നല്ല അഡ്ഹസീവ് ആയിട്ടുള്ള ക്ലേ ആയിരിക്കണം. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഈ പറയുന്ന 3 കാര്യങ്ങളാണ്. ടൈൽ പൗഡർ അല്ലെങ്കിൽ ചുട്ടമണ്ണ്, 2 ക്ലേ ഫ്രം പാഡി ഫീൽഡ്, വയലുകളിൽ നിന്നുള്ള ഇത് അഡ്ഹസീവ് ആയിട്ടുള്ള ക്ലേ, 3 ജൂട്ട് ഫൈബർ, ചാക്കരിഞ്ഞിട്ടുള്ള ഫൈബർ. ഇത് 3ഉം കൂടെ ഒരു പ്രത്യേക കോമ്പിനേഷൻ ഉണ്ട്. ഇത്ര ചേർക്കണമെന്നുണ്ട്. ടൈൽ പൗഡർ പൊടിച്ചത് ഇത്ര, ക്ലേ അതിനോടനുബന്ധിച്ച് ചേർക്കുന്ന ക്ലേ ഇത്ര വേണമെന്നുണ്ട്, അതിൻ്റെ ഇത്ര ഭാഗം ജൂട്ട് ഫൈബർ വേണമെന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചേർത്തല്ല. ഇതിന് വ്യത്യസ്തമായി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ക്ലേയുടെ അംശം കൂടിക്കഴിഞ്ഞാൽ മോൾഡിന് വെടിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു കോമ്പിനേഷൻ ഉണ്ട്. ആ കോമ്പിനേഷനാണ് ഈ ക്ലേ കൂട്ടുന്നത്. ആദ്യമായിട്ടുള്ള ആറന്മുളക്കണി നിർമ്മാണത്തിന് മോൾഡിങ്ങിന് വേണ്ട മണ്ണാണ് ഉണ്ടാക്കുന്നത്. ആ മണ്ണാണ് ഞാൻ പറയുന്നത് 3 കാര്യങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന ക്ലേ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ മോൾഡിംഗ് വർക്കിലേക്ക് പോകുന്നത്. ആദ്യമായിട്ട് മോൾഡിംഗ് വർക്കിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേമാതിരിയുള്ള ഡിസ്കുകളാണ്. ഈ ഡിസ്കുകൾ ആ മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നല്ലപോലെ ഇതേമാതിരി ഡിസ്കുകൾ ഉണ്ടാക്കിയതിന് ശേഷം ഇത് നല്ലപോലെ ചുട്ടെടുക്കുക. നമ്മൾ ഇഷ്ടിക എങ്ങനെ ചുടുന്നു അതുപോലെ ചുട്ടെടുത്തതിന് ശേഷം ഇതിൻ്റെ ഏതെങ്കിലും ഒരു സർഫസ് നല്ലപോലെ, അതിന് പ്രത്യേക ഒരു ക്ലേ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നല്ലപോലെ പോളിഷ് ചെയ്തെടുക്കും. അതിനുശേഷം ഇത് ഫേസ് ടു ഫേസ് പൊസിഷൻ അഭിമുഖമായി വെച്ച് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുകയാണ് വാക്സ് കൊണ്ട്. അതിനുശേഷം ഇതങ്ങ് ക്ലോസ് ചെയ്യുക. അതേ ക്ലേ തന്നെ ഉപയോഗിച്ച് നമ്മളത് ആ മോൾഡ് ക്ലോസ് ചെയ്യുന്നു. നമ്മുടെ സാധാരണ ഉരുളി വാർപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ക്രൂസിബിളിനകത്ത് ഉരുക്കിയെടുത്ത് ഒഴിക്കുകയാണ് മോൾഡിനകത്ത്. പക്ഷെങ്കിൽ ഇത് ഒരു 8 ഇഞ്ച് വലിപ്പം 8 ഇഞ്ച് വലിപ്പം വരെയുള്ള ആറന്മുള കണ്ണാടിക്കുള്ള മോൾഡിനകത്ത് നമ്മൾ ഈ ക്രൂസിബിൾ ഇതേ തന്നെ അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ഭാഗം ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ വാക്സ് അതിനകത്തുള്ളിലുള്ള അതിന് വെളി വരികയും ഇതിനകത്തൊരു ഹോളോ പ്ലേസ് ഫോം ചെയ്യുകയും 2 ഡിസ്കിൻ്റെ ഇടയ്ക്ക് ഒരു ഹോളോ പ്ലേസ്, കണ്ണാടിക്ക് എത്രമാത്രം തിക്നെസ് ഉണ്ട് അതനുസരിച്ചുള്ള ഒരു ഗ്യാപ്പാണ് അവിടെ സൃഷ്ടിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ ടിൻ ആൻഡ് കോപ്പർ, നമുക്കറിയാം ടിൻ എന്ന് പറയുന്നത് വെളുത്തീയം, മലയാളത്തിൽ പറയുമ്പോൾ വെളുത്തീയം. ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മലേഷ്യൻ ടിന്നാണ്, മലേഷ്യയിൽ നിന്ന് വരുന്ന ടിന്നാണിത്. ഈയം അതാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി. അതുപോലെ തന്നെ സ്ക്രാപ്പ്, ഈ ചെമ്പിന്റെ സ്ക്രാപ്പ് ചെമ്പാണിത്. ഇത് രണ്ടും കൂടെ ഒരു പ്രത്യേക കോമ്പിനേഷൻ നമ്മൾ തലമുറകളായി ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ആ കോമ്പിനേഷനിൽ ഇത് ഉരുക്കിയെടുക്കുകയാണ്. ഇത് രണ്ടും കൂടെ അത് ഉരുക്കിയെടുക്കുമ്പോൾ ശരിക്കും അതൊരു സ്കില്ലാണ്. ഇതിനൊരു സീക്രട്ടോ ഒന്നുമില്ല, രഹസ്യ സ്വഭാവമില്ല. ഇതൊരു സ്കില്ലാണ്. ഈ ടിൻ ആൻഡ് കോപ്പർ കോമ്പിനേഷൻ നമ്മൾ ക്രൂസിബിളിനകത്തിട്ട് ഉരുക്കിയെടുത്ത് അതിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും, നമ്മുടെ അതിന് പാകപ്പെട്ട ഇതാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ടിന്ന് വേണേൽ ടിന്നിട്ട് കൊടുക്കും, കോപ്പർ വേണേൽ കോപ്പർ ഇട്ട് കൊടുക്കും. അങ്ങനെ അത് സ്റ്റെബിലൈസ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ കോമ്പിനേഷൻ എത്തുമ്പോൾ ഇതേമാതിരിയുള്ള മെറ്റൽ അലോയിയാണ് നമുക്ക് കിട്ടുന്നത്. ഈ അലോയിയാണ് ആറന്മുള കണ്ണാടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഈ അലോയി നമ്മൾ ഇതുപോലെ ഉരുക്കിയെടുത്തതിന് ശേഷം ഇത് നമ്മൾ ഈ ക്രൂസിബിളിനകത്ത് ഫില്ല് ചെയ്തിട്ട് അത് എത്രമാത്രം നമ്മൾ ഇതിനകത്തേക്ക് പോകണോ അതിനനുസരിച്ച് ഇതിനകത്ത് ഫില്ല് ചെയ്യും. എന്നിട്ട് ഇതങ്ങ് ക്ലോസ് ചെയ്യണം. അതേ ക്ലേ ഇട്ടിട്ട് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് പിറ്റഡ് ഫർണസ് ഉണ്ട്. പിറ്റഡ് ഫർണസിൽ നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് ഇത് വെക്കുന്നത്. വെച്ചിട്ട് ഇത്രയും ഭാഗം കരിയിട്ടാണ് ഈ ഉള്ളിലെ മെറ്റീരിയൽ തന്നെ ഇതിന്റെ മുകൾ ഭാഗത്ത് നമ്മൾ തൊണ്ടിടും. ഇവിടെ നല്ലപോലെ പഴുക്കുകയും വേണം, ഇത് ഉരുകുകയും വേണം. ഇത് ഉരുകിയതിന് ശേഷം നമ്മൾ ഈ തൊണ്ടെല്ലാം മാറ്റിയതിന് ശേഷം ഈ ടൂളിട്ട് ഇതിങ്ങനെ അങ്ങ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ടേൺ ചെയ്യാം, ഡൗൺവേർഡ് ടു അപ്വേർഡ്. അപ്പോൾ മെൽറ്റഡ് മെറ്റീരിയൽ ഇതിനുള്ളിലേക്ക് അങ്ങ് പോകണം. 2 ഡിസ്കിൻ്റെ ഇടയിലേക്ക് അത് ഉരുകി ചെല്ലുകയാണ്. അത് ഒഴുകി അങ്ങ് ചെല്ലും. ഒഴുകി ചെന്നതിന് ശേഷം നമ്മളത് ഈ ഡിസ്ക് നമ്മൾ ഇളക്കുക, ഈ മോൾഡ് നമ്മളങ്ങ് ഇളക്കുകയാണ്. ഇളക്കി കഴിയുമ്പോൾ നമുക്ക് അതെല്ലാം ഓരോ ഇതും ഇളക്കി കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നമ്മളിത് കാസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളത് വെളിയിലെടുത്ത് വെക്കും. വെളിയിലെടുത്ത് വെച്ച് വലിപ്പം അനുസരിച്ച് 1 മണിക്കൂർ മുതൽ 2-3 മണിക്കൂർ വരെ ആറാനുള്ള സൗകര്യം നമ്മൾ കൊടുക്കും. മണ്ണിലാണ് വെക്കുന്നത്. ആ മണ്ണിലാണ് വെക്കുന്നത്. അത് ഇഷ്ടികയുടെ പുറത്താണ് നമ്മളത് വെച്ച്. അത് ചെറുതൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറും 2 മണിക്കൂറും, വലിപ്പം അനുസരിച്ച് അത് 3 മണിക്കൂറും 4 മണിക്കൂറും ചിലപ്പം 12 മണിക്കൂർ വരെ എടുക്കുന്ന വലിയ ഇതുണ്ട്, കണ്ണാടിയുണ്ട്. അപ്പൊ അതൊക്കെ 12 മണിക്കൂർ വരെ എടുക്കും. അതിനുശേഷമാണ് നമ്മളിത് പൊട്ടിക്കുന്നത്. ആദ്യം ആ മോൾഡിന്റെ ഭാഗമെല്ലാം നമ്മൾ പൊട്ടിച്ച് നീക്കുന്നു. ഈ 2 ചുറ്റിനുമുള്ള
ഇതെല്ലാം പൊട്ടിച്ച് മാറ്റിയതിന് ശേഷം ആ 2 ഡിസ്കും എടുത്ത് നമ്മളിങ്ങനെ മാറ്റുകയാണ്. മാറ്റി കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ് ഇതേമാതിരിയുള്ള മെറ്റൽ ഷീറ്റുകൾ. ഈ മെറ്റൽ ഷീറ്റാണ് കണ്ണാടി രൂപത്തിൽ വരുന്നത്. അത് ഇതിനെ നമ്മൾ കട്ട് ചെയ്യും. ഓരോ കണ്ണാടിയുടെ നമ്മൾ ഈ ഫ്രെയിമിന്റെ സൈസ് അനുസരിച്ച്, ഉള്ളിലെ സൈസ് അനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇതേമാതിരിയുള്ള വുഡൻ പാനലിൽ നമ്മൾ ഒട്ടിക്കുകയാണ്. ഒട്ടിച്ചെടുക്കും അല്ലേ? ഇതങ്ങ് ഒട്ടിക്കുകയാണ്. വാക്സ് കൊണ്ടാണ് ഒട്ടിക്കുന്നത്. വാക്സ് കൊണ്ട് ഒട്ടിച്ചതിന് ശേഷം ഇതിനെ നമ്മൾ ഉരച്ച് മേശപ്പെടുക. നമ്മൾ ആദ്യ കാലങ്ങളിൽ ജൂട്ടിന്റെ പുറത്ത് ചടിയുടെ പുറത്ത് ചാക്ക് വിരിച്ച് അതിന്റെ പുറത്ത് ഇത് മൂശപ്പൊടി വിതറും. മൂശപ്പൊടി എന്ന് പറയുന്നത് ഇതിന്റെ കാശിങ് കഴിഞ്ഞിട്ട് ഇതിന്റെ ഈ കൊവയുടെ ഭാഗത്ത്, ഈ ഒരു ക്രൂസിബിളിന്റെ ഭാഗത്തെ മണ്ണ് നമ്മൾ നല്ലപോലെ പൊടിച്ചെടുത്തത് അത് നമ്മൾ കിഴി കെട്ടിയിട്ട് അത് ഈ ചാക്കിന്റെ പുറത്ത് വിതറിയാണ്. ഒരു സാൻഡ് പേപ്പറിന്റെ ഒരു എഫക്റ്റ് ആണ് അതിനകത്ത് കിട്ടുന്നത്. അങ്ങനെയായിരുന്നു പണ്ട് കാലത്ത്. ഏതാണ്ട് ഒരു 10-50 വർഷം, 30-40 വർഷം മുമ്പ് നമ്മൾ ഇതിനെ ചാക്കിന്റെ പുറത്ത് എണ്ണ പുരട്ടി ആ മൂശപ്പൊടി വിതറിയിട്ട് ഉരച്ചാണ് മിനുസപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ ഏതാണ്ട് ഒരു 30-35 വർഷമായിട്ട് നമുക്ക് ഈ വാട്ടർ പേപ്പർ എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് മാർക്കറ്റിൽ കിട്ടാൻ സാധ്യതയായി. അതിനുശേഷം നമ്മൾ ഈ ചാക്കിന്റെ പുറത്തുള്ള ആ ഫസ്റ്റ് പ്രോസസ്സ് ഉപേക്ഷിച്ച് ഈ വാട്ടർ പേപ്പറിലാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ഉരച്ചത്. അതിനുശേഷം വീണ്ടും നമ്മൾ ജൂട്ട് ക്ലോത്ത്, ഈ പറയുന്ന ചാക്കിന്റെ പുറത്ത് എണ്ണ പുരട്ടിത്തേക്കും പല ടൈപ്പിലുള്ള കോട്ടൺ ക്ലോത്ത് ഉപയോഗിക്കും. ഏറ്റവും ഒടുവിൽ വെൽവെറ്റിനകത്ത് ഫിനിഷ് ചെയ്തെടുക്കും. ഇതാണ് വെൽവെറ്റ്. ഇതാണ് ശരിക്കും ആറന്മുള കണ്ണാടിയുടെ പ്രോസസ്സ്. എങ്കിലും ഇന്ന് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത് മിഷണറി പ്രോസസ്സിലേക്ക് പോകുന്നുണ്ട്. ശരിക്കും അതിന്റെ കോമ്പിനേഷൻ, കോപ്പറിന്റെ കണ്ടന്റ് കൂട്ടിയിട്ട് അതിന്റെ ആ ഒരു കോമ്പിനേഷൻ വ്യത്യസ്തമാക്കിയതിന് ശേഷം ഇത് മിഷനറി ഉപയോഗിച്ച് ഗ്രൈൻഡ് ചെയ്ത് ബഫിംഗ് മോട്ടറിനകത്ത് മിനുക്കിയെടുക്കുന്നത്. അങ്ങനെയുള്ള യൂണിറ്റുകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഫേക്ക് ആയിട്ടുള്ള ചില യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് സത്യത്തിൽ ഈ ഒരു പരമ്പരാഗത കരകൗശല വസ്തുവിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പോക്കാണ്. ഡ്യൂപ്ലിക്കേറ്റ് ധാരാളം നടക്കുന്നുണ്ട്. ഈ ഡ്യൂപ്ലിക്കേറ്റ് കണ്ണാടികളുടെ ലൈഫ് എന്ന് പറയുന്നത് വെറും 1 കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം. അതിനുശേഷം ഇത് ഒന്നിനും കൊല്ലാത്ത അവസ്ഥയായിരിക്കും. വെറും ഓടിന്റെ ഉപയോഗം മാത്രമേ ഉള്ളൂ. കാരണം അത് വെറും വേസ്റ്റായിട്ട് മാറുകയാണ്. എന്നാൽ ആറന്മുള കണ്ണാടിയുടെ കറക്റ്റ് കോമ്പിനേഷൻ ചെയ്യുകയാണെങ്കിൽ ഇത് ഫോർ ആണ്. എത്ര വർഷം കഴിഞ്ഞാലും ഇതിന് ഒരു കാരണവശാലും ഇത് മങ്ങത്തില്ല. അതിൻ്റെ റിഫ്ലക്ഷൻ കറക്റ്റായിട്ട് തന്നെ നിൽക്കുമെന്നുള്ളതാണ് ശരിക്കും ആറന്മുള കണ്ണാടിയുടെ പ്രത്യേകത. ഇതിന് പുറകെ വലിയൊരു കഷ്ടപ്പാടുകളുണ്ടല്ലേ? തീർച്ചയായും. ഇതൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വളരെ സ്ട്രെയിൻഡ് വർക്കാണ്. എത്ര ദിവസം എടുക്കും ഇത് ചെയ്തെടുക്കാൻ? ഓരോ കണ്ണാടിയുടെ സൈസ് അനുസരിച്ച് 1 ദിവസം മുതൽ 1 വർഷം വരെ എടുക്കുന്ന കണ്ണാടികളുണ്ട്. അത് പല തവണ, ചിലപ്പോൾ ചിലത് വലുതൊക്കെ എന്ന് പറഞ്ഞാൽ പല തവണ കാസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ഒരു കണ്ണാടി നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ആവറേജ് എന്ന് പറയുന്നത് 10 കണ്ണാടി കാസ്റ്റ് ചെയ്താൽ അത് നമ്മൾ ഫിനിഷ് ചെയ്ത് കിട്ടുന്നത് ഒരു 6 ഒക്കെ കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഡാമേജ് ഉണ്ടാകും. ഇതിന് കാസ്റ്റിംഗ് ടൈമിൽ എയർ ബബിൾസ് ഉണ്ടാകാം. അതുപോലെ തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചാണ് നമ്മൾ ഈ കണ്ണാടി ഒരെണ്ണം തീർത്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ കാസ്റ്റിംഗ് സമയത്തെ ചൂടെന്ന് പറയുന്നത് ഏതാണ്ട് 1000 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇതൊക്കെ സഹിച്ച് ക്ഷമിച്ചാണ് നമ്മൾ ഇതിൻ്റെ പ്രോസസ്സ് ചെയ്ത് ഇതിനെ വളരെ നല്ല രീതിയിൽ ഫിനിഷ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്ട്രെയിൻഡ്. അതുപോലെ തന്നെ ആറന്മുള കണ്ണാടിക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഭൂപ്രദേശ സൂചിക അംഗീകാരം, ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ, അത് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അതിന്റെ സർട്ടിഫിക്കറ്റാണ് ഈ കാണുന്നത്, ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷന്റെ സർട്ടിഫിക്കറ്റ്. പ്രത്യേകത നമ്മൾ മുഖം നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ നേരിൽ കാണുന്ന പോലെ തന്നെ ഇമേജ് ആണ്, നമ്മളെ റിയൽ ഇമേജ് ആണ് ഇതിനകത്ത് ലഭിക്കുന്നത്. മറ്റു കണ്ണാടികൾ എന്ന് പറയുമ്പോൾ അത് പിന്നെ ഇതിന്റെ കോമ്പിനേഷൻ ഒരു പ്രത്യേകതയുള്ളതാണ്. അത് വ്യത്യസ്തമാക്കി കഴിഞ്ഞാൽ ഇമേജിലും വ്യത്യാസം വരും. ഫാറ്റി ഇമേജ് ലഭിക്കാൻ സാധ്യതയുണ്ട്, സ്ലിം ഇമേജിൽ. പക്ഷേ ഇതിനകത്താകുമ്പോൾ നമ്മുടെ കറക്റ്റ് റിഫ്രാക്ഷൻ ഇല്ലാത്ത ഇമേജാണ് നമുക്ക് ആ കറക്റ്റ് കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. ഇതൊക്കെ എന്താ വിലയുണ്ട്? ഈ ചെറുതൊക്കെ ഇതൊക്കെ 3000 റേഞ്ച് വരുന്നതാണ്, 3000 റേഞ്ച് വരുന്നതാണ്. ഇതാണ് ശരിക്കും ട്രഡീഷണൽ മോഡൽ വാൽക്കണ്ണാടി എന്ന് പറയുന്നത്. ആറന്മുള കണ്ണാടി അറിയപ്പെടുന്ന വാൽക്കണ്ണാടി എന്ന രൂപത്തിലാണ്. പിന്നീടാണ് ഇതേമാതിരിയുള്ള ബാക്ക് സ്റ്റാൻഡ് രൂപത്തിലും പീഠം പ്ലാറ്റ്ഫോം രൂപത്തിലും 3 തരത്തിലാണ് ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നത്. എങ്കിലും ആറന്മുള കണ്ണാടി അറിയപ്പെടുന്നത് വാൽക്കണ്ണാടി രൂപത്തിലാണ്. ആവശ്യക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അയച്ചു കൊടുക്കുമല്ലേ? നമ്മളത് കൊറിയർ ചെയ്യുന്നുണ്ട്, ഓൺലൈനിൽ ഇത് ചെയ്യുന്നുണ്ട്, കൊറിയർ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ബൾക്കായിട്ടുള്ള ഓർഡർ ആണെങ്കിൽ നമ്മളത് എത്തേണ്ട അടുത്ത് എത്തിച്ചു കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം.